വളരെ സിമ്പിളായിട്ടാണ് ഞാനിവിടെ അവൽ നനയ്ക്കാറുള്ളത്. സ്റ്റവ് ഒന്നും ഓണാക്കേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ. അപ്പം ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പാത്രത്തിലേക്ക് ഞാൻ 250 ml കപ്പിൽ 3 കപ്പ് അവലെടുക്കുന്നുണ്ട്. ഏത് അവലാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതിലേക്ക് അതേ പാത്രത്തിൽ തന്നെ 250 ml ആ ഒരു പാത്രത്തിൽ തന്നെ 1.25 കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. മിക്സ് ചെയ്ത് കഴിയുമ്പം ഈ തേങ്ങയുടെ നനവിനനുസരിച്ച് നമുക്ക് മനസ്സിലാകും ഈ അവലിനകത്ത് തേങ്ങ ഇത് മതിയോ എന്നുള്ളത്. എനിക്കിത് മതിയായിരുന്നു കേട്ടോ. ഇനിയിപ്പം തേങ്ങയുടെ നനവിനനുസരിച്ച് ചില തേങ്ങയ്ക്കൊക്കെ നനവ് കൂടുതലുള്ളതുണ്ടാകും, ചിലതൊക്കെ കുറച്ച് ഡ്രൈ ആയിരിക്കും ചിരണ്ടി കഴിയുമ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ തേങ്ങ കൂടുതൽ അളവ് വേണ്ടി വരുമായിരിക്കും. ഈ തേങ്ങയുടെ അളവ് മനസ്സിലാകണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തേങ്ങയിട്ട് അവൽ നല്ലതുപോലെ അങ്ങ് ഇളക്കി മിക്സ് ചെയ്യുമ്പം ഈ അവൽ കുതിർന്ന് വരാൻ പാകത്തിന് നനവ് അവലിലേക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. കിട്ടുന്നുണ്ടെങ്കിൽ അത് അത്രയും തേങ്ങ മതി എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ബെല്ലം ചിരണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. സാധാരണ ആൾക്കാർ അവൽ നനയ്ക്കാൻ നേരത്ത് ബെല്ലം ഉരുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഞാനിവിടെ ബെല്ലം ഉരുക്കാറില്ല കേട്ടോ. ചുമ്മാ അങ്ങ് ചിരണ്ടിയിടുകയേ ചെയ്യുള്ളൂ. ബെല്ലം നമ്മുടെ മധുരത്തിന് ആവശ്യമുള്ള ബെല്ലം ചേർത്ത് കൊടുക്കുക. ഞാൻ കയ്യിൽ പിടിച്ചിരുന്ന ആ കട്ടയുണ്ടല്ലോ, ചെറിയ കട്ട ബെല്ലമായിരുന്നു. അങ്ങനത്തെ 3 കട്ടയും ഞാൻ ചേർത്ത് കൊടുത്തത് കേട്ടോ. അപ്പം എനിക്കത് മതിയായിരുന്നു. എന്നിട്ടത് നല്ലപോലെ ഞരടി നല്ലപോലെ അമർത്തി ഇളക്കിയെടുക്കണം. ഈ തേങ്ങയും ബെല്ലവും ഒക്കെ നല്ലപോലെ മിക്സായി വരണം. തേങ്ങയുടെ നനവൊക്കെ അവലിലേക്ക് നല്ലപോലെ ആയി വരണം. എന്നിട്ട് ഇത് അമർത്തി അങ്ങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് മൂടി വെക്കാവുന്നതാണ്. കഴിക്കാനാകുമ്പോൾ എടുത്താൽ മതി.